ജൈനമതത്തിലെ 24 തീർത്ഥങ്കരന്മാരില് തീർത്ഥങ്കരന്മാരെന്ന് പറഞ്ഞാൽ പിന്നെ ആത്മീയമായ അനുഭവങ്ങൾ കൊണ്ട് പൂർണ്ണജ്ഞാനം വന്ന ആളുകളെയാണ് ജൈനമതത്തിൽ തീർത്ഥങ്കരന്മാരെന്ന് പറയുക. അങ്ങനെ 24 തീർത്ഥങ്കരന്മാരിൽ ആദ്യത്തെ തീർത്ഥങ്കരനായ ഋഷഭദേവൻ. ഈ ഋഷഭദേവന്റെ മകനാണ് ബാഹുബലി. അപ്പം ഈ രീതിയിൽ 5ഓളം ബാഹുബലി പ്രതിമകൾ കർണാടകത്തിലുണ്ട്. അതിൽ ഉയരത്തിൽ 2ാം സ്ഥാനത്താണ് പിന്നെ കർക്കലയിലുള്ള ബാഹുബലി പ്രതിമ. 1ാം സ്ഥാനത്ത് പിന്നെ ശ്രാവണബലഗോളയാണ്. ഇത് 13 മീറ്റർ ഉയരമാണ് ഇതിലുള്ളത്. ഈ രീതിയിൽ ജൈനമതത്തിന്റെ സ്വാധീനം എമ്പാടും നമുക്ക് പിന്നെ കർണാടകത്തിൽ കാണാൻ പറ്റും. ചന്ദ്രഗുപ്ത മൗര്യൻ പിന്നെ തന്റെ സിംഹാസനം ഉപേക്ഷിച്ചിട്ട് ദക്ഷിണേന്ത്യയിലേക്ക് വരികയും അതുവഴി കർണാടകത്തിലും പിന്നെ വയനാട്ടിലെ ചില ഭാഗങ്ങളിലും ജൈനമതത്തിന് നിരവധി പിന്നെ അവശേഷിപ്പുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഏരിയയിലാണ്. കർക്കല, ധർമ്മസ്ഥല, ആ രീതിയിലൊക്കെ ജൈനമതത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ അഗുംബയെ തന്നെ 1-2 സ്ഥലങ്ങൾ നമ്മൾ പോകുന്നുണ്ട് ജൈനമതവുമായി ബന്ധപ്പെട്ട്. അപ്പം ഇത് ലോകത്തിലെ ബാഹുബലിയുടെ 2ാമത്തെ ഉയരം കൂടിയ പ്രതിമയാണ്. 13 മീറ്ററാണ് ഇതിന്റെ ഉയരം. ഇത് മാതൃക നിർമ്മിച്ചത് മുൻപ് ഇവിടെ ഭരിച്ചിരുന്ന മധ്യകാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ചിരുന്ന പിന്നെ ഒരു സന്താര എന്ന് പറയുന്ന ഡൈനാസ്റ്റി ഉണ്ട്. ആ സന്താര ഡൈനാസ്റ്റിയിലെ പിന്നെ ബൈരസാര പിന്നെ ഒടയാറോ അങ്ങനെ എന്തോ പറഞ്ഞൊരു രാജാവാണ് ജൈനമത പണ്ഡിതന്റെ ഉപദേശപ്രകാരം ശ്രാവണബലഗോളയുടെ മാതൃകയിൽ ഇത് നിർമ്മിച്ചത്. 1432 പിന്നെ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഈ കർക്കല എന്ന് പറയുന്ന പ്രദേശം ഗ്രാനൈറ്റ് കല്ലുകൾ പ്രസിദ്ധമാണ്. ഈ കർക്കല എന്ന് പറയുന്ന വാക്ക് വന്നത് കറുത്ത കല്ല് എന്ന രീതിയിലാണ്. കറുത്ത കല്ല് എങ്ങനെയാണ്? കരിങ്കല്ല്, കറുത്ത കല്ല് എന്ന രീതിയിലാണ് ഈ സ്ഥലം. ഉടുപ്പി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കർക്കല. ഓക്കെ. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away.
അദ്വൈത ദർശനത്തിൻ്റെ പിന്നെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ 4 ദിക്കുകളിൽ ഇന്ത്യയിലെമ്പാട് സഞ്ചരിച്ചതിന് ശേഷം 4 ദിക്കുകളിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. 4 മഠങ്ങൾ 4 വേദങ്ങളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ്. അതിൽ ബദരീനാഥിൽ ജ്യോതിർമഠം, പിന്നെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പിന്നെ ഒരു ഗോവർദ്ധന മഠം, പിന്നെ ദ്വാരകയിൽ പടിഞ്ഞാറ് ദ്വാരകയിൽ ദ്വാരക മഠം. പിന്നെ ആദ്യം ഈ 4 മഠങ്ങളിൽ ആദ്യം സ്ഥാപിച്ച മഠമാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച മഠമാണ് ഈ ശാരദാ മഠം എന്ന് പറയുന്നത്. ശാരദാ മഠം ഈ ഇതാണ്. അപ്പോൾ അതിലൊരു കഥ എന്ന് പറയുമ്പോൾ ഈ മഠം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യർ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ തേടി നടന്ന സമയത്ത് തുംഗ നദിയുടെ കരയിൽ ഒരു പിന്നെ ഗർഭിണിയായ തവള, ഈ തവള പിന്നെ വെയിലത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു നാഗം അതിന് തണലേകി എന്നാണ് പറയുന്നത്. അതിൻ്റെ പിന്നെ പത്തി വിടർത്തിയിട്ട് പിന്നെ തണല് നൽകിയെന്ന് പറയുന്നത്. അത് ശങ്കരാചാര്യർ കണ്ട സമയത്ത് ശങ്കരാചാര്യ വിചാരിച്ചു എത്ര പരസ്പര വൈരികളായ ആളുകൾ പോലും ചില സമയങ്ങളിൽ എന്തുണ്ട് ഒരു സ്നേഹം അവർക്കുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഈ സ്ഥലം ശങ്കരാചാര്യർ ആദ്യത്തെ മഠം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നൊരു ഐതിഹ്യമാണ്. അപ്പം ഇത് വിദ്യാശങ്കര ടെമ്പിളാണ്. ഇങ്ങനെ 3-4 ടെമ്പിളുകൾ ഇവിടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐക്കൺ എന്ന് പറയുന്നത് വിദ്യാശങ്കര. ഹൊയ്സാല മാതൃകയിലൊക്കെയാണ് ഇതിൻ്റെ പിന്നെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പിന്നെ സൂര്യപ്രകാശമായിട്ട് ബന്ധപ്പെട്ട് 10 പിന്നെ തൂണുകൾ ഇതിനുള്ളിലുണ്ട്. ആ 10 തൂണുകളിൽ പിന്നെ സൂര്യപ്രകാശം ഓരോ മാസം കൃത്യമായിട്ട് പതിയുന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചരിത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ശങ്കരാചാര്യ ഇത് 1432 ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു പറയുന്നു. പിന്നീട് അത് വികസിച്ചു വന്നാന്നൊക്കെയാ പറയുന്നത്. ശങ്കരാചാര്യ AD 8-ാം നൂറ്റാണ്ടിലാണല്ലോ. അതിന് ശേഷമാണ് ശങ്കരാചാര്യ വരുന്നത്. ടിപ്പുവിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ടിപ്പുവിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് പിന്നെ മറാത്തർ ആക്രമിച്ച സമയത്ത് ടിപ്പു അതിനെ തടഞ്ഞു. പിന്നെ ഇവിടുത്തെ മഠാധിപതിയും ടിപ്പുവും തമ്മിൽ ഒരു പിന്നെ കത്തിടപാടുകളൊക്കെ നടത്തി എന്നൊക്കെ പറയും. ശാരദാദേവിയുടെ മുദ്ര ടിപ്പുവിൻ്റെ പിന്നെ നാണയങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പം ടിപ്പുവിന് അനുകൂലമായിട്ട് പറയുന്ന ആളുകൾ പറയുന്ന ഒരു കഥയാണ് ഈ ഞാൻ പറഞ്ഞ ഈ കഥ. ഓക്കെ, ശരി. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away.